Next, we shall discuss about compulsory registration in certain cases. ചില പ്രത്യേക കേസുകൾ എന്താണ് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നമുക്ക് സെക്ഷൻ 22-ൽ ദി പേഴ്സൺസ് ഹു ആർ ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 22-ൽ ആർക്കൊക്കെയാണ് GST നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലീഗൽ ഓബ്ലിഗേഷൻ ഉള്ളത്. ഇനി ഇതിന് പുറമെ സെക്ഷൻ 24-ൽ പറയുന്നു, സെക്ഷൻ 22-ൽ പറയുന്നതിന് പുറമെ സെക്ഷൻ 24-ൽ വീണ്ടും പറയുന്നുണ്ട്. 23-ൽ പറഞ്ഞിരിക്കുന്നത് എന്താ? രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിലിറ്റി ഇല്ലാത്ത പേഴ്സൺസ് ആരൊക്കെയാണ്? 24-ൽ പറയും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഈ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് അവിടെയാ ഈവൻ ദോ their aggregate turnover doesn't exceed the threshold limit. GST നിയമത്തിൽ സെക്ഷൻ 22-ൽ പറഞ്ഞിരിക്കുന്ന ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നില്ല എങ്കിലും ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. സെക്ഷൻ 24-ൽ പറഞ്ഞിരിക്കുന്നതാണ്. സെക്ഷൻ 24-ന്റെ ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 22. സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 22 എന്ന് പറഞ്ഞിരിക്കുന്ന ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത് 40 lakhs, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 20 lakhs. അപ്പം ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 22, then the following categories of persons shall be required to be registered under this act. സെക്ഷൻ 22-ലെ സബ്സെക്ഷൻ 1-ൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താഴെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നിർബന്ധമായിട്ടും GST നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കണമെന്ന് സെക്ഷൻ 24-ൽ പറഞ്ഞിരിക്കുന്നു. അക്കോർഡിംഗ് ടു സെക്ഷൻ 24, persons belonging to the following category are they have to compulsorily get registered. അതിൽ നമ്പർ 1 ആരൊക്കെയാണെന്ന് നോക്കാം. 1. Persons making any intrastate taxable supply. Intrastate taxable സപ്ലൈയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പേഴ്സൺസും ഇറസ്പെക്റ്റീവ് ഓഫ് their annual turnover, even though their annual turnover doesn't cross the threshold limit, they have to get registered. If he is making an intrastate supply of taxable goods, അല്ലെങ്കിൽ for making any intrastate taxable supply, then secondly, casual taxable persons making tax supply, occasionally ആണ് സപ്ലൈ നടത്തുന്നത്, റെഗുലർ സപ്ലയർ അല്ല, ബട്ട് ഹി ഈസ് മേക്കിംഗ് എ ടാക്സിബിൾ സപ്ലൈ. ഇപ്പം ടെമ്പററി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അങ്ങനെ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺസ് മേക്കിംഗ് ടാക്സിബിൾ സപ്ലൈ. ഒരു കാഷ്വലായിട്ട് സ്ഥിരമായിട്ടില്ല, ഒരു കാഷ്വൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആണ്, ഈസ് മേക്കിംഗ് എ ടാക്സിബിൾ സപ്ലൈ. അപ്പോൾ എന്താ? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Then 3. Persons who are required to pay tax under reverse charge. റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് പേ ചെയ്യാൻ ലയബിലിറ്റി ഉള്ള ഒരു വ്യക്തി, he has to be compulsorily registered. Then 4. Persons who are required to pay tax under section 5 of section 9. പ്രധാനമായിട്ടും എന്താണ്? ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓപ്പറേറ്റേഴ്സ്. അവരും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കുകയും ടാക്സ് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. Even though their aggregate annual turnover doesn't cross the threshold limit. അപ്പം പറയുന്ന 40 ലക്ഷമൊന്നും കടക്കുന്നില്ലെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Then non-resident taxable persons making taxable supply. Non-resident taxable persons, the casual taxable persons making taxable supply, non-resident taxable persons making taxable supply, they have to get compulsorily registered. ഇതിലേതാ? സെക്ഷൻ 24-ൽ പറയുന്നതാണ്.
notwithstanding the subsection 1 of section 22. സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 22 പറയുന്ന ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നില്ലെങ്കിലും ഈ താഴെ പറയുന്ന ആളുകൾ, ഈ പറയുന്ന ആളുകളൊക്കെ, ഈ പറയുന്ന തരത്തിലുള്ള ബിസിനസ് പീപ്പിളൊക്കെ എന്താ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം GST നിയമപ്രകാരം. Then persons who are required to deduct tax under section 51 whether or not separately registered under this act. Section 51 എന്താ? TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. അതൊരു സിംഗിൾ കോൺട്രാക്റ്റിന്റെ മേൽ വന്നിരിക്കുന്ന വാല്യൂ 2.5 ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിന്റെ കീഴിൽ വരുന്ന എല്ലാ സപ്ലൈക്കും നിശ്ചിത ശതമാനം എന്താ പറഞ്ഞിരിക്കുന്നത്, 2% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. സെക്ഷൻ 51 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ persons who are required to deduct tax under section 51 whether or not separately registered under this act. അപ്പോൾ എന്താ, പ്രത്യേകമായിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും they have to get registered. അവർക്കും രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. TDS ലയബിലിറ്റി ഉള്ള എല്ലാ സപ്ലയേഴ്സും, TDS ലയബിലിറ്റി ഉള്ള വ്യക്തികൾ പേഴ്സൺസ് ആണ്, സപ്ലയേഴ്സ് അല്ല. Persons those who are having TDS liability, they have to get compulsory registration. Then persons who make taxable supply of goods or services or both on behalf of other taxable persons, whether as agent or otherwise. So മറ്റ് taxable personsന് വേണ്ടി on behalf of other taxable persons, if a person is making a taxable supply of goods and services, he also get compulsory registered. മറ്റൊരു ടാക്സബിൾ പേഴ്സണ് വേണ്ടി ഒരു വ്യക്തി ടാക്സബിൾ ഗുഡ്സ് ആൻഡ് സർവീസിന് സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ ഒരു ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേത് കപ്പാസിറ്റിയിലാണെങ്കിലും ആ വ്യക്തിയും സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ദെൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, നമ്മളത് ഡിസ്കസ് ചെയ്തപ്പം പ്രത്യേകം പഠിച്ചതാണ്. എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരു IDS രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അവർക്ക് GST രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വെദർ ഓർ നോട്ട് സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, GST ആക്ട് പ്രകാരം അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും രജിസ്ട്രേഷൻ അവർക്ക് കമ്പൽസറി ആണ്. Then persons who supply goods or services or both other than supply specified under subsection 5 of section 9 through such electronic commerce operator. അപ്പം സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്ന സപ്ലൈ അല്ലാതെ മറ്റ് സപ്ലൈ നടത്തുന്നവർ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് through such electronic commerce operator who is required to collect tax at the source under section 52. ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്താ, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് TCS ലയബിലിറ്റി ഉള്ളവരാണ് എങ്കിൽ അവരും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺസ് ഹു സപ്ലൈ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നടത്തുന്ന ആളുകൾ അവരും സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ദെൻ 10th കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, എല്ലാ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും കമ്പൽസറി ആയിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇവിടെ എല്ലാം എന്താ, ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ആനുവൽ ടേൺ ഓവർ പറയുന്നത്. അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ എന്താണെങ്കിലും എല്ലാ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും നിർബന്ധമായിട്ടും GST നിയമപ്രകാരം സെക്ഷൻ 24 പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Then every person supplying online information and database access or retrieval services from a place outside India to a person in India, ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ് ആക്സസ് or retrieval services from a place, ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഓൺലൈൻ ഇൻഫർമേഷനോ മറ്റ് ഡാറ്റാബേസ് സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല എങ്കിൽ
he has to get registration under the GST law, irrespective of his annual turnover. ഈ സെക്ഷൻ 24 പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ആനുവൽ ടേൺ ഓവർ എന്താണെങ്കിലും സെക്ഷൻ 24 ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും GST നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. വാട്ട് എവർ മേ ബി ദിയർ ആനുവൽ ടേൺ ഓവർ. ആനുവൽ ടേൺ ഓവർ എന്താണെങ്കിലും സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സെക്ഷൻ 22 സബ്സെക്ഷൻ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സപ്ലയറിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന്റെ ഒരു വ്യക്തിയുടെ അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിൽ കൂടിയാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ പെടുന്ന ആളല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശ്, അസം, ത്രിപുര, മണിപ്പൂർ, മേഘാലയ, മിസോറാം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് എങ്കിൽ, ജമ്മു ആൻഡ് കാശ്മീർ ഇവിടെയൊക്കെ ആണെങ്കിൽ 20 ലക്ഷം. ഇതാണ് സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 20 ലക്ഷവും 40 ലക്ഷവും സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുണ്ടെങ്കിലും സെക്ഷൻ 24 പ്രകാരം ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ, ബിസിനസ് പീപ്പിൾ ആണ് എങ്കിൽ, they have to get registration. നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Then every person supplying online information ഡേറ്റാബേസ് ഒക്കെ ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഇന്ത്യയിലെ ഒരു വ്യക്തിക്കാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കണം. Then 12th കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് എന്താ? സച്ച് അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് as may be notified by the government on the recommendations of the council. ഇതിന് പുറമെ കാലാകാലങ്ങളിൽ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന മറ്റ് വ്യക്തികൾ, മറ്റ് പേഴ്സൺസ്, മറ്റ് ബിസിനസ് പീപ്പിൾ, they also have to get compulsory registration. അവരും നിർബന്ധമായിട്ടും GST നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം ആസ് പെർ സെക്ഷൻ 24. Then ഇനി നമുക്ക് ആരൊക്കെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണമെന്നുള്ള കാര്യമാണ് സെക്ഷൻ 22. ദെൻ സെക്ഷൻ 23 ആർക്കും രജിസ്ട്രേഷൻ ആവശ്യമില്ല. സെക്ഷൻ 24 കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ ആരൊക്കെയാണ്? ഇനി അടുത്ത സെക്ഷൻ 25 പറഞ്ഞിരിക്കുന്നത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. 22, 23 ആൻഡ് 24 കഴിഞ്ഞാൽ സെക്ഷൻ 25 വരും. സെക്ഷൻ 25 പറഞ്ഞിരിക്കുന്നത് പ്രൊസീജിയർ ഓഫ് ഗെറ്റിംഗ് രജിസ്റ്റേർഡ്. രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ ആണ്. ഇപ്പം സെക്ഷൻ 22 പ്രകാരമോ സെക്ഷൻ 25 പ്രകാരമോ ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ GST നിയമത്തിന്റെ കീഴിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് പ്രൊസീജിയർ ഹി ഹാസ് ടു ഫോളോ, അയാൾ എന്ത് പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യേണ്ടത്? ദാറ്റ്സ് ഗിവൺ ഇൻ സെക്ഷൻ 25. സെക്ഷൻ 25 സബ്സെക്ഷൻ 1 പറയുന്നത് എന്താ? എവറി പേഴ്സൺ who is liable to be registered under section 22 or section 24. സെക്ഷൻ 24 എന്താ? കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. സെക്ഷൻ 22 ആ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്താൽ രജിസ്ട്രേഷൻ എടുത്താൽ മതി. സോ എവറി പേഴ്സൺ who is liable to be registered under section 22 or section 24 shall apply for registration in every such state. അപ്പം shall apply for registration in every such state. ഓരോ സംസ്ഥാനത്തും or union territory into registration in such manner and subject to such conditions as may be prescribed. അപ്പം ഈ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിലും രീതിയിലും അപ്ലൈ ചെയ്യണം. സെക്ഷൻ 25 റൂൾ 8 കൂടി നമ്മൾ ഒന്നിച്ചു വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടും. ഇപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്, അതിന്റെ റൂൾ എന്താണ്, പ്രൊസീജിയർ എന്താണ്, ഇതെല്ലാം റൂൾ 8 പറഞ്ഞിട്ടുണ്ട്. ദെൻ 2 സെക്ഷൻ 25 സബ് ക്ലോസ് 2 സബ്സെക്ഷൻ 2 പറയുന്നത് എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഗ്രാൻഡഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇപ്പം GST നിയമപ്രകാരം രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ
രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ സിംഗിൾ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കണം. ഒരൊറ്റ രജിസ്ട്രേഷൻ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. Then 3, a person though not liable to be registered under section 22 or section 24. എന്താ പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ, ഒരു വ്യക്തി സെക്ഷൻ 22 പ്രകാരമോ സെക്ഷൻ 24 പ്രകാരമോ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിലിറ്റി ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിലും may get himself registered voluntarily. സെക്ഷൻ 24 പ്രകാരമോ 22 പ്രകാരമോ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി ഇല്ല. GST നിയമത്തിന്റെ സെക്ഷൻ 23 പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നില്ല. 24 പ്രകാരം നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെയാണെങ്കിലും ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. ആൻഡ് ഓൾ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ? ഓൾ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആസ് ആർ ആപ്ലിക്കബിൾ ടു രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ അപ്ലൈ ടു സച്ച് പേഴ്സൺ. അപ്പം അങ്ങനെ ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ബാധകമായിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഇയാൾക്കും ബാധകമാകും. ഈവൻ ദോ he is not required to get registered under the act. നിയമപ്രകാരം GST നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ വ്യക്തി എന്താ വോളണ്ടറി ഓപ്റ്റ് ചെയ്തു, രജിസ്ട്രേഷൻ എടുത്തു. അപ്പം അങ്ങനെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും ഇയാൾക്കും ബാധകമായിരിക്കും. ദെൻ സെക്ഷൻ 22 പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു വ്യക്തിയുടെ ആനുവൽ ടേൺ ഓവർ. സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിൽ കൂടിയാൽ രജിസ്ട്രേഷൻ എടുത്താൽ മതി. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 20 lakhs കൂടിയാൽ എടുത്താൽ മതി. കമ്പൽസറി രജിസ്ട്രേഷന്റെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട് 24. ഇതിലൊന്നും പെടുന്ന ആളല്ല. പക്ഷെ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ GST ആക്ടിന്റെ എല്ലാ പ്രൊവിഷൻസും അയാൾക്കും ഈക്വലി ആപ്ലിക്കബിൾ ആയി മാറും. Then a person who has obtained or is required to obtain more than one registration, ഒന്നിലധികം രജിസ്ട്രേഷൻ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ആളല്ലെങ്കിൽ ഒന്നിലധികം രജിസ്ട്രേഷൻ എടുക്കാൻ ആവശ്യമുള്ള ഒരാളാണെങ്കിൽ, whether in one state or union territory or more than one state or union territory, ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ യൂണിയൻ ടെറിട്ടറികളിലോ ആണ് ഈ വ്യക്തിക്ക് ഒന്നിലധികം രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, in respect of each such registration be treated as a distinct person. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഒന്നിലധികം യൂണിയൻ ടെറിട്ടറികളോ ഒരു സംസ്ഥാനത്ത് തന്നെയോ ഒന്നിലധികം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഓരോ രജിസ്ട്രേഷനും ഡിസ്റ്റിങ് പേഴ്സൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വ്യത്യസ്ത എൻറ്റിറ്റികളായിട്ട് കണക്കാക്കണം GST നിയമപ്രകാരം. ഡിസ്റ്റിങ് പേഴ്സൺ ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ആക്ട്. GST ആക്ട് പ്രകാരം എന്താ? രണ്ട് രജിസ്ട്രേഷനും രണ്ടും രണ്ട് എൻറ്റിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം രണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യണം. രണ്ട് സംസ്ഥാനത്തുണ്ടെങ്കിൽ രണ്ട് രജിസ്ട്രേഷൻ കാണും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. Then 5, where a person who has obtained or is required to obtain registration in a state or union territory in respect of an establishment has banned establishment in another state or union territory, then such establishment shall be treated as establishments of distinct persons for the purpose of this act. ഒരു വ്യക്തിക്ക് എന്താ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ യൂണിയൻ ടെറിട്ടറികളിലോ ഒക്കെ ബിസിനസ് ഉണ്ട്, ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയോ സംസ്ഥാനത്തെയോ ബിസിനസ് ബാൻ ചെയ്യപ്പെടുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കും. ഡിസ്റ്റിങ് പേഴ്സൺ ആയിട്ട് കണക്കാക്കി അവിടെ ബിസിനസ് തുടരാം. ഒരു സംസ്ഥാനത്ത് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അടുത്ത സംസ്ഥാനത്ത് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ്. അപ്പൊ അവിടെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആയതുകൊണ്ടൊരു ഡിസ്റ്റിങ് പേഴ്സൺ ആയിട്ട് കണക്കാക്കും GST നിയമപ്രകാരം. അവിടെ ആ ബിസിനസ് തുടരാം. Then number 6, every person shall have a permanent account number. GST രജിസ്ട്രേഷൻ എടുക്കേണ്ട എല്ലാ വ്യക്തികൾക്കും എന്താ ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടാകണം. GST രജിസ്ട്രേഷൻ is always PAN based. സിംഗിൾ പാൻ ആണ്. നമ്മളിപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്തുള്ളതാണെങ്കിലും
ഒരാൾക്ക് ഒരൊറ്റ പാൻ നമ്പറേ കിട്ടുകയുള്ളൂ. ഈ പാൻ അടിസ്ഥാനത്തിൽ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനത്തിലാണ് GST രജിസ്ട്രേഷൻ നടത്തുന്നത്. So every person shall have a permanent account number issued under the Income Tax Act 1961 in order to be eligible for grant of registration. അപ്പം GST നിയമപ്രകാരം രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടാകണം. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഒരു പാൻ നമ്പർ ഉള്ളയാൾക്ക്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉള്ളയാൾക്ക് മാത്രമേ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ, GST രജിസ്ട്രേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. ദെൻ നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ്, ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, 7th ക്ലോസ് ആണ്. നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ്, ഡെസ്പൈറ്റ് ഓഫ്, ഇൻസ്പൈറ്റ് ഓഫ്, ഇങ്ങനെ സെക്ഷൻ notwithstanding anything contained in subsection 6, a non-resident taxable person may be granted registration under subsection 1 of the 1 on the basis of such other documents as may be prescribed. നമ്മൾ സബ്സെക്ഷൻ 1ന്റെ സബ്സെക്ഷൻ 6ൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നോൺ റെസിഡന്റ് വ്യക്തിക്ക് രജിസ്ട്രേഷൻ കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണ്? on the basis of such other documents as may be prescribed. മറ്റ് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ, GST നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്, ആ ഡോക്യുമെന്റ്സ് എല്ലാം ഹാജരാക്കാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റ് ചില ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. Then 8, where a person who is liable to be registered under this act fails to obtain registration. GST നിയമപ്രകാരം രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിലിറ്റി ഉള്ള ഒരു വ്യക്തി fails to get registration, ആ വ്യക്തി രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. GST നിയമപ്രകാരം എന്താ, സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പ്രകാരമോ സെക്ഷൻ 24 പ്രകാരമോ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു ലയബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുക്കുന്നില്ല എങ്കിൽ, where a person who is liable to be registered under this act fails to obtain registration, the proper officer may, അതിന്റെ ആ കൺസേൺഡ് അതോറിറ്റി, without prejudice to any action, എന്തെങ്കിലും ഒരു പ്രത്യേക prejudice ഇല്ലാതെ, which may be taken under this act or under any other law for the time being in force, GST ആക്ട് പ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള മറ്റേതെങ്കിലും ആക്ട് പ്രകാരമോ, proceed to register such person in such manner as may be prescribed. അപ്പം ആ വ്യക്തിക്ക് രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാം. if he is not himself getting registered. Next 9, notwithstanding anything contained in subsection 1 of section 22, any specialized agency of the United Nations organization, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഏതെങ്കിലും പ്രത്യേക ഏജൻസികളോ, or any multilateral financial institution and organizations notified under the United Nations, ഇപ്പം മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ യുണൈറ്റഡ് നേഷൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം യുണൈറ്റഡ് നേഷൻസിന്റെ നോട്ടിഫിക്കേഷന്റെ കീഴിലോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ഏജൻസിയോ ആണെങ്കിൽ, they are having some special privileges and immunities. നമുക്ക് ഫോറിൻ എംബസി, ഫോറിൻ എമിസറീസിനോ അംബാസഡേഴ്സിനോ അല്ലെങ്കിൽ ഫോറിൻ എംബസിയിലെ ജോലിക്കാരെയോ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർക്കെതിരെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതിന് പ്രത്യേകമായിട്ടും അവർ ഏത് രാജ്യത്തെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ പ്രത്യേക അനുമതിയൊക്കെ എടുക്കണം. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ ഈസി ആയിട്ട് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അവർക്കത് ഈസി ആയിട്ട് കേസ് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിക്ക് പുറമേ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ആക്ട് 1947, കോൺസുലേറ്റ് ഓർ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ്, അപ്പോൾ UN കീഴിലുള്ള ഏജൻസികളോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കോൺസുലേറ്റിലോ എംബസികളിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോ ആണ് എങ്കിൽ, again and any other person or class of persons, അപ്പം UK യുണൈറ്റഡ് നേഷൻസിന്റെ
ഏതെങ്കിലും ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഏതെങ്കിലും നോട്ടിഫിക്കേഷന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെയോ ബാങ്കുകളുടെയോ ഒക്കെ കീഴിൽ വരുന്ന ആളുകൾ, ഇതല്ല എങ്കിൽ മറ്റു രാജ്യങ്ങളുടെ എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ആൻഡ് എനി അതർ പേഴ്സൺ, ഇവർക്കൊക്കെ എന്താണ്, എനി അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ, as may be notified by the GST Commissioner, shall be granted a unique identity number. ഇവർക്ക് എന്താ കൊടുക്കുന്ന GST രജിസ്ട്രേഷൻ നമ്പർ അല്ല, യുണീക് ഐഡന്റിറ്റി നമ്പർ ആണ്. യുണൈറ്റഡ് നേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, യുണൈറ്റഡ് നേഷൻസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺസുലേറ്റുകൾക്ക്, ഫോറിൻ എംബസീസിനൊക്കെ കൊടുക്കുന്ന എന്താ, അവർക്ക് GST രജിസ്ട്രേഷൻ നമ്പർ അല്ല കൊടുക്കുന്ന, ഒരു UIN ആ കൊടുക്കുന്നത്, യുണീക് ഐഡന്റിറ്റി നമ്പർ ആണ്. അങ്ങനെ യുണീക് ഐഡന്റിറ്റി നമ്പർ ഇൻ സച്ച് മാനർ ഫോർ സച്ച് പർപ്പസ് ഇൻക്ലൂഡിംഗ് റീഫണ്ട് ഓർ ടാക്സസ് ഓൺ ദി നോട്ടിഫൈഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ ദം ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പൊ ഇവർക്കൊക്കെ എന്താണ്, റീഫണ്ട് ഓഫ് ടാക്സസിന് വേണ്ടി ഒരു UIN പ്രൊവൈഡ് ചെയ്യും. ഇതും പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നതാണ്. Then the registration of the unique identity number shall be granted or rejected after due verification. ഒരു രജിസ്ട്രേഷനോ അല്ലെങ്കിൽ യുണീക് ഐഡന്റിറ്റി നമ്പറിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നെങ്കിൽ ഗ്രാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം. ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ, അതിന് കൃത്യമായ വെരിഫിക്കേഷന് ശേഷം ഒന്നുകിൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോറിൻ എംബസികൾക്കോ അല്ലെങ്കിൽ ഫോറിൻ എമിസറീസിനോ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഒക്കെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇത് കൺസിഡർ ചെയ്തിട്ട് ഒന്നെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സച്ച് മാനർ ആൻഡ് വിതിൻ സച്ച്. ദെൻ 11. A certificate of registration shall be issued in such form and with effect from such date as may be prescribed. As may be prescribed under the Act, അല്ലെങ്കിൽ as may be prescribed GST law, or as may be prescribed by separate notification. ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നിശ്ചിത കാലാവധിക്കുള്ളിൽ കൊടുത്തിരിക്കണം. Then 12th point, a registration or a unique identity number shall be deemed to have been granted after the expiry of the period prescribed under subsection 10 if no deficiency has been communicated to the applicant within that period. അപ്പം സബ്സെക്ഷൻ 10-ൽ പറഞ്ഞിരിക്കുന്ന ആ കാലാവധിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇന്ന കുറവുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇന്ന കാരണങ്ങളാൽ റിജക്റ്റ് ചെയ്യുകയാണെന്ന് അറിയിക്കുന്നില്ല എങ്കിൽ രജിസ്ട്രേഷനോ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പറോ ഗ്രാൻഡ് ചെയ്യപ്പെട്ടതായിട്ട് അവർക്ക് കണക്കാക്കാം. ഇത് പ്രത്യേകമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം സെക്ഷൻ 25-ന്റെ അകത്ത് 12ഓളം സബ്സെക്ഷനുകളിലായിട്ട് രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഈ പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇനി യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റോ ഗ്രാൻഡ് ചെയ്യപ്പെടുകയുള്ളൂ.